പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. തല വെട്ടിപ്പൊളിയുന്ന വേദന തോന്നിയതും അവൾ തളസിയോട് അടഞ്ഞ മിടികൾ വലിച്ചു തുറന്ന് തലക്ക് കൈ താങ്ങിയിരുന്നു. പെട്ടെന്ന് ഇന്നലെ നടന്ന സംഭവങ്ങളെല്ലാം ഓർമ്മ വന്നതും അവൾ ഞെട്ടിലൂടെ ചുറ്റും നോക്കി. ഇരുന്ന ബെഡിൽ നിന്നും ചാടി എന്നത് ചുറ്റും നോക്കി. ഇടുങ്ങിയ മുടി. ഇത് തൻ്റെ വീടല്ലെന്ന് മനസ്സിലായതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇന്ന് തൻ്റെ വിവാഹമാണെന്ന് ഓർത്തതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എങ്ങനെ താനിവിടെ വന്നു എന്ന് മാത്രം അവൾക്ക് മനസ്സിലായില്ല. ഇന്നലെ രാത്രിയുള്ള ഫംഗ്ഷന് തയ്ച്ച സാരി തന്നെയാണ് വേഷം. മുടിയിൽ ചൂടിയ പൂവെല്ലാം വാടിയിട്ടുണ്ട്. ക്ലോക്കിലെ സമയം കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സമയം ഒത്തിരി കഴിഞ്ഞിരിക്കുന്നു. നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം തോന്നി അവൾക്ക്. പെട്ടെന്നെന്തോ ഓർത്തുപോലെ വേഗം തന്നെ മിഴികൾ അമർത്തി തുടച്ച് വാതിൽ തുറന്ന് അവൾ പുറത്തേക്ക് ഇറങ്ങി. അതൊരു പഴയ വീടായിരുന്നു. അവിടെയൊന്നും ആരുമില്ലെന്ന് കണ്ട് പുറത്തേക്ക് ചാരിയിട്ട വാതിലും തുറന്ന് അവൾ പുറത്തേക്ക് ഇറങ്ങി. അവൾ ആ സ്ഥലം ആദ്യമായി കാണുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എവിടെയാണെന്നോ എങ്ങോട്ട് പോകണമെന്നോ അറിയാതെ അവളവിടെ പരിഭ്രമിച്ചു നിന്നു. സമയം കടന്നു പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചതും അവൾ പുറത്തേക്ക് ഇറങ്ങി. ആ സമയം അവിടെ കാവലിൽ നിന്നിരുന്ന രണ്ട് ഗുണ്ടകൾ അവൾ പോകുന്നത് കണ്ട് പിന്നാലെ വന്നു. എടേ നിക്കടി അവിടെ. മദ്യലഹരിയിലായെന്ന് ആ രണ്ടുപേർ അവളെ കണ്ടതും ആക്രോശിച്ചുകൊണ്ട് ആടിയൊലിഞ്ഞ് അവൾക്ക് അരികിലേക്ക് വന്നു. ആ ഗുണ്ടകളുമൊന്നും തന്നെ പിടിച്ചു വെച്ചാൽ ഇനി രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ വേഗം മുന്നിൽ കണ്ട റോഡിലൂടെ ഓടി. ഭക്ഷണവും വെള്ളവും കഴിക്കാത്തതിൻ്റെ ക്ഷീണം അവളെ തളർത്തി തുടങ്ങിയിരുന്നു. എങ്കിലും തൻ്റെ പിന്നാലെ തന്നെ ഓടി വരുന്നവരെ കണ്ടതും അവളുടെ കാലുകൾക്ക് വേഗം കൂടി. പെട്ടെന്നൊരു ബുള്ളറ്റ് ചീറിപ്പാഞ്ഞു വന്ന് അവളുടെ തൊട്ടു മുന്നിലായി ബ്രേക്ക് ഇട്ട് നിന്നു. എവിടെ നോക്കിയാടി ഓടുന്നത്? ബുള്ളറ്റിലിരിക്കുന്ന ചെറുപ്പക്കാരൻ ചീത്ത വിളിച്ചുകൊണ്ട് വണ്ടിയിൽ നിന്നിറങ്ങി മുന്നോട്ട് നോക്കിയതും തൻ്റെ മുന്നിൽ നിൽക്കുന്നവളെ കണ്ണു ഞെട്ടി. ഇതേ സമയം അവൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഡേവിഡിനെ കണ്ണു ഞെട്ടിയെങ്കിലും പെട്ടെന്ന് ആശ്വാസം നിറഞ്ഞു. ഡോ താനെന്താ ഇവിടെ? ആ ചെറുപ്പക്കാരൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്നവളെ കണ്ട് ആശ്ചര്യത്തോടെ ചോദിച്ചു. സാർ എന്നെ രക്ഷിക്കണം, ഇവരെന്നെ പിടിച്ചോണ്ട് പോകാൻ വന്നതാ. അവനെ കണ്ടതും കരഞ്ഞുകൊണ്ട് അവൾ തൻ്റെ പിന്നാലെ ഓടി വരുന്നവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ അവളുടെ പിന്നാലെ ഓടി വരുന്നവർ തങ്ങളെ കണ്ടാൽ തിരിച്ചറിഞ്ഞാലെന്ന് പേടിച്ച് അവനെ കണ്ട വഴി തന്നെ പോയിരുന്നു. അത് കണ്ടപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത്. ആരാ അവരൊക്കെ? താനെങ്ങനെ എവിടെ എത്തി? അവരെന്നെ പിടിച്ചുകൊണ്ട് വന്നതാ. ആരാ എന്നെന്ന് എനിക്ക് അറിയില്ല. അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. തൻ്റെ ഫാദറിന്റെ ശത്രുക്കൾ ആരെങ്കിലും ഒപ്പിച്ച പണിയാകും. ആ കയറി, ഞാൻ വീട്ടിലാക്കി തരാം. ഇനി ഇവിടെ നിൽക്കണ്ട, അത് സേഫല്ല. ആകെ വാടി തളർന്ന് നിൽക്കുന്നവളെ കണ്ട് സഹതാപം തോന്നിയ ഡേവിഡ് അതും പറഞ്ഞ് വണ്ടിയിൽ കയറിയതും അവനെ ഒന്ന് നന്ദിയോടെ നോക്കി അവളും ആ ബുള്ളറ്റിന്റെ പിന്നിൽ കയറിയിരുന്നു. അവൾ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ ഡേവിഡിന്റെ വണ്ടി മുന്നോട്ട് പോയി. അവസാനം ചെന്ന് നിന്നത് വലിയൊരു മോഡേൺ ഇരുനില വീടിന് മുന്നിലാണ്. ആ വീട്ടിലെ ഒരുക്കം കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി ആ വീടൊരു കല്യാണത്തിന് ഒരുങ്ങി നിൽക്കുകയാണെന്ന്. എന്നാൽ ഡേവിഡിന്റെ ഒപ്പം വന്നിറങ്ങുന്നവളെ കണ്ട് അവിടെ കൂടി നിന്നവരിലെല്ലാം വീണ്ടും മുറുമുറുപ്പ് ഉയർന്നു. എന്നാലും എൻ്റെ അയ്യരെ, തൻ്റെ മകള് കാരണം ഇവിടെ നാണം കണ്ടത് എൻ്റെ മകനാ. പ്രണയം നടിച്ച് വഞ്ചിച്ച് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയിരിക്കുന്നു. വളർത്തു ദോഷം, അല്ലാതെ എന്താ പറയാ. കല്യാണപ്പെണ്ണ് ഒളിച്ചോടിയതറിഞ്ഞ് തകർന്നിരിക്കുന്ന വാസുദേവൻ അയ്യരുടെ അടുത്തേക്ക് വന്ന് അശോകൻ ദേഷ്യത്തിൽ പറഞ്ഞു. അപ്പോഴും വാസുദേവന്റെ കണ്ണ് അയാളുടെ കയ്യിലുള്ള പേപ്പറിൽ തൻ്റെ മകൾ കുറിച്ചിട്ട വരികളിലായിരുന്നു. അങ്കിൾ, വെറുതെ അച്ഛനോട് ദേഷ്യപ്പെടണ്ട. അവൾക്ക് വേറൊരു ഇഷ്ടമുള്ള കാര്യം ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. ഇങ്ങനെ ഒരു കത്തും എഴുതി വെച്ച് അവൾ സ്നേഹിക്കുന്ന ആളുടെ കൂടെ ഇറങ്ങിപ്പോകുന്നു വിചാരിച്ചില്ല. എൻ്റെ പെങ്ങൾ ചെയ്ത തെറ്റിന് ഞാനെല്ലാം അവളോട് മാപ്പ് ചോദിക്കുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന വാസുദേവന്റെ മൂത്ത മകൻ ദീക്ഷിത്ത് അയാളുടെ ക്ഷമാപണം പോലെ പറഞ്ഞു. ദീക്ഷിക്കുഞ്ഞെ, മോള് തിരിച്ചു വന്നു. പെട്ടെന്ന് അവിടെ ജോലിക്ക് നിൽക്കുന്ന കാര്യസ്ഥൻ ഓടി വന്നുകൊണ്ട് പറഞ്ഞതും എല്ലാവരും അങ്ങോട്ടേക്ക് നടന്നു. അപ്പേ, അവൾ കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി വാസുദേവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞതും പെട്ടെന്ന് അയാൾ അവളെ നടത്തി മാറ്റി അവളുടെ മുഖത്തടിച്ചതും അവൾക്ക് അവളിൽ കൈവച്ച് നിറകണ്ണുകളോട് അയാളെ നോക്കി. ആസത്തെ, എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത്? അവന്റെ കൂടെ പോകാമായതില്ലേ? കുടുംബത്തിന്റെ മാനം കളഞ്ഞപ്പോ സമാധാനം ആയോടി നിനക്ക്? അപ്പേ, ഞാൻ ഒന്നും മിണ്ടരുത്. എനിക്ക് നിന്നെ കാണണ്ട. പോയിക്കോ, ആയുടെ കൂടിയാണെന്ന് വെച്ചാ. അവള് പറയുന്നതിന് മുമ്പ് വാസുദേവൻ ശബ്ദം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. അപ്പേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആയുടെ കൂടെ പോയതുമല്ല. എന്നൊന്ന് വിശ്വസിക്കാപ്പേ. ഹൃദയം പിളരുന്ന വേദനയിലും അവൾ സത്യം പറയാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. വെറും പാഴ്ശ്രമം. ഞാൻ പറയുന്നത് കേൾക്കൂ ആരെങ്കിലും. അതും പറഞ്ഞവൾ തൻ്റെ ചേട്ടന്മാരെ നോക്കി. ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട, കേട്ടതും കണ്ടതൊക്കെ മതിയായി. അവര് ദേഷ്യത്തിൽ മുഖം തിരിച്ചു.
തൻ്റെ ജീവനായ അപ്പയും ഏട്ടന്മാരും തന്നെ വിശ്വസിക്കാത്തത് കണ്ട് അവൾക്ക് തൻ്റെ തല പൊട്ടിച്ചു തെറിക്കും പോലെ തോന്നി. തളർച്ചയോട് അവൾ മുൻപിലേക്ക് നിന്നു. ഏട്ടാ, എന്നൊന്ന് വിശ്വസിക്ക്. വീണ്ടും അവൾ അപേക്ഷിച്ചു, തൻ്റെ നിരപരാധിത്വം അവർക്ക് മുന്നിൽ തെളിയിക്കാൻ. മതി മോളെ നിന്റെ നാടകം. നിന്നിൽ നിന്ന് ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ദക്ഷിത പറഞ്ഞത് കേട്ട് അവൾ ദേവനെ നോക്കി. നാണം കെടുത്തി കളഞ്ഞലോടി നീ ഞങ്ങളെ. നിനക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞാൽ പോരായിരുന്നോ? അമ്മേ, അമ്മെങ്കിലും എന്നൊന്ന് വിശ്വസിക്ക്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവളൊരു ഭാഗത്തായി സാരി തലപ്പ് കൊണ്ട് വാപത്തി കരയുന്ന സ്ത്രീയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവിടെ കൈകൾ കൂട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞതും എന്ത് പറയണമെന്ന് അറിയാതെ അവരും അവളുടെ കൂടെ കരഞ്ഞു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ അമ്മക്ക് സ്വന്തം മകളെ വിശ്വാസമാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാതെ അവരും തകർന്നു പോയിരുന്നു. അപ്പോഴേക്കും അവൾ അവിടെ ഇറക്കി പോവാൻ നിന്ന ഡേവിഡിനെ ആരൊക്കെ ചേർന്ന് ബലമായി അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരുന്നു. ഓഹോ, ഇവന്റെ കൂടെ ആയിരുന്നടി പന്ന നായിന്റെ മോളെ നീ പോയത്. അന്യജാതിയിൽപ്പെട്ട ഇവനെ തന്നെ വേണമായിരുന്നടി നിനക്ക്. അതുവരെ മിണ്ടാതെ നിന്ന കല്യാണച്ചക്കൻ വ്യാസദേശത്തിൽ വന്ന് അവളുടെ ഷോൾഡറിൽ പിടിച്ചുലച്ചുകൊണ്ട് ചോദിച്ചതും അവൾ പൂർണ്ണമായി തകർന്നു പോയിരുന്നു. നിർജീവമായ മിഴികളോട് അവൾ വ്യാസിനെ നോക്കിയെങ്കിലും അവനുടൻ തന്നെ അവളിൽ നിന്നും മിഴികൾ മാറ്റി. ഡോ, മാന്യമായി സംസാരിക്കണം. പോകാൻ നിന്ന് തന്നെ എല്ലാവരും കൂടെ പിടിച്ചുകൊണ്ടുവന്ന ദേശത്തിൽ നിന്നിരുന്ന ഡേവിഡ് വ്യാസ് പറഞ്ഞത് കേട്ട് ദേഷ്യം സഹിക്കവയ്യാതെ പറഞ്ഞു. എന്റെ മാന്യത പഠിപ്പിക്കാൻ നീ ആരടാ? പഠിപ്പിക്കുന്ന സ്റ്റുഡന്റിനെ പാതിരാത്രി വിളിച്ചിറക്കി കൊണ്ടുപോയ നീയാണോ എന്റെ മാന്യത പഠിപ്പിക്കാൻ വരുന്നത്? ഇവിടെ ഒരു രാത്രി കൊണ്ട് മതിയായപ്പോ ഇവിടെ കൊണ്ട് തള്ളാൻ വന്നതാണോ നീ? തന്റെ പ്രാണനായവന്റെ വായിൽ നിന്നും വന്നത് കേട്ട് അവൾക്ക് തന്നെ ചെവി കൊട്ടിയടിച്ചതുപോലെ തോന്നി. ആത്മാവ് നഷ്ടപ്പെട്ട പോലെ വെറും ജഡമായി അവൾ അവിടെ നിന്നു. വ്യാസ് പറഞ്ഞത് കേട്ട് ഡേവിഡ് ദേഷ്യത്തിൽ അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. വായിൽ തോന്നിയതെന്തും വിളിച്ചു പറഞ്ഞാ ഈ ഡേവിഡ് ആരാണെന്ന് നീ അറിയും. സത്യം അറിയാതെയാ നിങ്ങൾ ഈ പറയുന്നത്. ഡാ, നീ കൂടുതലൊന്നും ബോധ്യപ്പെടുത്തണ്ട. വ്യാസ് ഡേവിഡിനെ തടുത്തു. മതി, നിർത്ത്. പെട്ടെന്ന് വാസുദേവന്റെ ശബ്ദം ഉയർന്നതും വ്യാസ് ദേഷ്യത്തിൽ തന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച ഡേവിഡിന്റെ കൈകൾ തട്ടിമാറ്റി. ഇവിടെ വെച്ച് ആരും തമ്മിൽ തല്ലണ്ട. എല്ലാരും പൊക്കോളൂ. ഇനി ഇങ്ങനെ ഒരു മകള് എനിക്കില്ല. എന്റെ മകൾ മരിച്ചു. നിനക്ക് പോകാം ഇവനൊപ്പം തന്നെ. അപ്പേ, ഹൃദയം തകർന്ന അവളുടെ വിളി കേട്ടില്ല എന്ന് നടിച്ച് അയ്യർ അവിടെ നിന്ന് നടന്നു. അതെങ്ങനെ ശരിയാകും അയ്യരെ? ഈ കൊച്ചിനെ ഇവളെ ഉപേക്ഷിച്ചതല്ലേ? അപ്പൊ പെരുവിളിയിലാകുന്നത് ഈ കൊച്ചു തന്നെയല്ലേ? ഒന്നുമില്ലേലും ഇത് നമ്മുടെ കൊച്ചല്ലേ. അതുകൊണ്ട് രണ്ടിനെയും കല്യാണം ഇപ്പൊ നടത്തണം. കൂട്ടത്തിൽ നിന്നും പ്രായമായ ഒരാൾ പറയുന്നത് കേട്ട് ഡേവിഡ് ഞെട്ടി അവളെ നോക്കി. എന്നാൽ ഇതൊന്നും കേൾക്കാതെ എല്ലാം തകർന്നവളെ പോലെ നിൽക്കുന്നവളെ കണ്ട് അവന് സാധാപം തോന്നി. എല്ലാവരും ആ അഭിപ്രായത്തിനോട് യോജിച്ചു. വേറെ നിവൃത്തിയില്ലാതെ ഡേവിഡ് ആരോ തന്റെ കയ്യിൽ വെച്ച മഞ്ഞച്ചിരടിൽ കൂർത്ത താലിയെടുത്ത് പാവയെ പോലെ നിൽക്കുന്നവളുടെ കഴുത്തിലേക്ക് ചേർത്തി. ആ താലി അവളുടെ കഴുത്തിൽ കെട്ടാതെ തന്നെ ഇവിടുന്ന് ആരും വീഴില്ലെന്ന് ഡേവിഡിന് അറിയാം. അതുകൊണ്ട് തന്നെ അതല്ലാതെ ഒരു മാർഗവും അവനില്ലായിരുന്നു. ആരോ നീട്ടിയ സിന്ദൂരച്ചപ്പിൽ നിന്നും ഒരു നുള്ളു സിന്ദൂരം എടുത്ത് അവളുടെ സീമന്തിരേക്ക് ചുവപ്പിച്ചു. എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി വാസുദേവൻ മനസ്സില്ലാ മനസ്സോടെ അവളുടെ കൈ പിടിച്ച് ഡേവിഡിന്റെ കൈകളിലേക്ക് ചേർത്ത് വെച്ചു. ഇറങ്ങാൻ നേരം അവൾ ഡേവിഡിന്റെ കൈകൾ വിട്ട് അയ്യരുടെ അടുത്തേക്ക് വന്ന് കഴുത്തിലെ താലി ഒഴുകി മറ്റു ആഭരണങ്ങളെല്ലാം മൂരി വാസുദേവന്റെ കയ്യിലേക്ക് കൊടുത്തു. ആരൊക്കെ വിശ്വസിച്ചില്ലെങ്കിലും എൻ്റെ അപ്പയും ഏട്ടന്മാരെന്നെ വിശ്വസിക്കുമെന്ന് കരുതി ഞാൻ. എന്നാൽ നിങ്ങൾക്ക് സ്വന്തം മകളായ എന്നേക്കാൾ വിശ്വാസം മറ്റുള്ളവർ പറയുന്നതാണെന്ന് അറിഞ്ഞില്ല ഞാൻ. പിന്നെ അപ്പ പറഞ്ഞ പോലെ അപ്പയുടെ മോള് മരിച്ചു. അല്ല, നിങ്ങളൊക്കെ കൂടി കൊന്നു. ഒരിക്കലെങ്കിലും എൻ്റെ വാക്കൊന്ന് കേൾക്കാമായിരുന്നു. പോവാ ഞാൻ. ഒരിക്കലും ഇനി ഈ വീടിന്റെ പടി ഞാൻ ചവിട്ടില്ല. കണ്ണിൽ നിന്നും ഒഴുകിയിറങ്ങിയ കണ്ണുനീരിനെ അടക്കി നിർത്തി വാക്കുകൾ ഇടാതെ അതും പറഞ്ഞ് അവൾ ഡേവിഡിന്റെ കൂടെ ആ വീടിന്റെ പടിയിറങ്ങി. ഡേവിഡിന്റെ കൂടെ പോകുമ്പോൾ അവളുടെ മനസ്സ് തീർത്തും മരവിച്ചിരുന്നു. വ്യാസ് അവനെ തന്നെ ജീവനേക്കാൾ താൻ സ്നേഹിച്ചതല്ലേ. എന്നിട്ടും അവൻ പോലും തന്നെ എത്ര പെട്ടെന്നാണ് എല്ലാവർക്കും പ്രിയപ്പെട്ട താൻ ഇന്ന് അവർക്കൊക്കെ വെറുക്കപ്പെട്ടില്ലായത്. എങ്ങനെ തോന്നി അവർക്ക് തന്നെ തള്ളി പറയാൻ? എല്ലാം ഓർക്കും തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊലിച്ചു. ഇത്രയും കാലം തന്നെ വളർത്തി വലുതാക്കിയിട്ടും തൻ്റെ മനസ്സ് കാണാൻ അവൾക്ക് കഴിഞ്ഞില്ലെന്ന് ആലോചിക്കും തോറും അവൾക്ക് നെഞ്ചിൽ കത്തി കുത്തി ഇറക്കും പോലെ തോന്നി. ഫ്രണ്ട് മിററിൽ കൂടി തൻ്റെ പിന്നിലിരിക്കുന്നവൾ ഡേവിഡും നോക്കി. ജീവനുണ്ട് എന്ന് തോന്നിക്കുന്നത് അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർ കണ്ടുകൊണ്ട് മാത്രമാണ്. ഡേവിഡും നിശ്വസിച്ച് അടുത്ത് കണ്ട പെട്ടിക്കിടക്ക് മുമ്പിൽ വണ്ടി നിർത്തി. പെട്ടെന്ന് വണ്ടി നിന്നതും അവൾ ഞെട്ടി അവനെ നോക്കി. അവനിറങ്ങാൻ പറഞ്ഞതും അവൾ പതിയെ അതിൽ നിന്ന് ഇറങ്ങിയതും ഡേവിഡ് വണ്ടിയിൽ നിന്നിറങ്ങി അടുത്ത് കണ്ട കടയിലേക്ക് പോയി. ഡേവിഡ് പോയ വഴി അവൾ നോക്കി നിന്നു. ഡേവിഡിനെ അവൾക്കറിയാം. ക്ലാസ് എടുക്കുന്ന അധ്യാപകനാണ്. ഇടയ്ക്ക് കാണുമ്പോൾ കൈമാറുന്ന പുഞ്ചിരിയല്ലാതെ യാതൊരുവിധ സംസാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല.
എന്ന് മാത്രമല്ല അയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും തനിക്ക് അറിയില്ല. താൻ കാരണം അയാളുടെ ജീവിതം കൂടി. അതോർക്കും തോറും അവൾക്ക് കുറ്റബോധം തോന്നി. പെട്ടെന്നൊരു കുപ്പി അവളുടെ നേരെ നീണ്ടു വന്നു. മുഖമൊരുതി നോക്കിയതും കണ്ടു തനിക്ക് നേരെ കുപ്പി നീട്ടി പിടിച്ചിരിക്കുന്ന ഡേവിഡിനെ. വേഗം തന്നെ അവൾ ആ കുപ്പി വാങ്ങി. നല്ല ദാഹവും വിശപ്പും ഉള്ളത് കൊണ്ട് കുറച്ച് കുടിച്ചു. പിന്നെ മുഖം കഴുകി മുഖമൊരുതി നോക്കിയതും കണ്ടു തന്നെ നോക്കി എന്തോ ചോദിക്കാൻ ബുദ്ധിമുട്ടുന്ന ഡേവിഡിനെ. സാറിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ശരിക്കും നിന്റെ പേരെന്താ? ചമ്മലോടെയാണ് ഡേവിഡ് അവളോട് ചോദിച്ചത്. ആ ചോദ്യം കേട്ടതും കണ്ണുനീരിനിടയിലും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ദേവമിത്ര, ഒരു വരണ്ട ചിരിയോട് അവൾ പറഞ്ഞു. ഡോ, താൻ വിഷമിക്കണ്ട. പതിയെ ഞാൻ തന്നെ തൻ്റെ വീട്ടുകാരെ സത്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതുവരെ തനിക്ക് ഞങ്ങളുടെ കൂടെ താമസിക്കാം. പേടിക്കണ്ട, താൻ എനിക്ക് എൻ്റെ സുഹൃത്ത് മാത്രമായിരിക്കും. ഡേവിഡ് പുഞ്ചിരിയോടെ പറഞ്ഞത് കേട്ട് അവൾക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി. അതിനിടയിൽ അവനെ വീട്ടിലേക്ക് വിളിച്ച് ഡേവിഡ് കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഡേവിഡിന്റെ വീട്ടിലേക്കുള്ള യാത്രയിൽ അവന്റെ വീട്ടുകാർ അന്യജാതിയിൽപ്പെട്ട തന്നെ സ്വീകരിക്കുമോ എന്ന പേടി അവളിൽ നിറഞ്ഞു. ഒപ്പം അവർ കൂടി കൈവിട്ടാൽ താനിനി എങ്ങോട്ട് പോകും, ആരുടെ അടുത്തേക്ക് പോകുന്ന ആശങ്കയും നിറഞ്ഞു. മുന്നിൽ ശൂന്യത മാത്രം നിറഞ്ഞു നിൽക്കുന്ന ജീവിതത്തിന് മുമ്പിൽ ഇനി തന്റെ ജീവിതത്തിന്റെ ഗതി ഇങ്ങോട്ടൊന്നും അറിയാതെ മിത്ര പകച്ചു നിന്നു.